ഹായ് കുട്ടികളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഹാത്തിയോം കി രഹ്ഗുസർ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളും പഠിക്കാം. ഈ പാഠഭാഗത്ത് ആദ്യം വരുന്ന ചോദ്യം നോക്കാം. സഡക് ഓർ ജംഗൽ കെ ബീച്ച് ഡിവൈഡർ ബനാനെ കാ ഉദ്ദേശ്യ ക്യാ ഹെ? റോഡിനും കാടിനുമിടയിൽ ഡിവൈഡർ നിർമ്മിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഉത്തരം: सड़क और जंगल के बीच डिवाइडर बनाने का उद्देश्य वाहनों की गति को नियंत्रित करना और जानवरों को अचानक सड़क पर आने से रोकना है. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനും മൃഗങ്ങൾ പെട്ടെന്ന് റോഡിലേക്ക് വരുന്നത് തടയാനുമാണ് റോഡിനും കാടിനുമിടയിൽ ഡിവൈഡർ നിർമ്മിക്കുന്നത്. ചോദ്യം 2. ബച്ചേ തോ ബച്ചേ ഠെഹരെ, ഇസ്സെ ആപ്നെ ക്യാ സമഝാ? കുട്ടികൾ കുട്ടികൾ തന്നെയാണല്ലോ എന്നതുകൊണ്ട് നിങ്ങൾ എന്തു മനസ്സിലാക്കി? ഉത്തരം: इसका अर्थ यह है कि बच्चे स्वभाव से शरारती होते हैं और वे बड़ों की बातों को पूरी तरह नहीं मानते. കുട്ടികൾ സ്വഭാവത്താൽ കുസൃതികളാണെന്നും മുതിർന്നവർ പറയുന്നത് അവർ പൂർണ്ണമായും അനുസരിക്കില്ലെന്നുമാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ചോദ്യം 3. സർദാർ ഹാത്തീനെ ചാരോം തരഫ് ഏക് ഗോല ചക്കർ ക്യോം ലഗായ? ആനക്കൂട്ടത്തിന്റെ നേതാവായ ആന എന്തിനാണ് ചുറ്റും ഒരു വട്ടം കറങ്ങിയത്? ഉത്തരം: सरदार हाथी ने यह सुनिश्चित करने के लिए गोला चक्कर लगाया कि उसके परिवार पर कोई खतरा तो नहीं है. തന്റെ കുടുംബത്തിനെന്തെങ്കിലും അപകടമുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് നേതാവായ ആന ചുറ്റും വട്ടം കറങ്ങിയത്. ചോദ്യം 4. इतनी संजीदगी और धीरज के साथ अपना फर्ज निभाते किसी को नहीं देखा था, किसी इंसान को भी नहीं. क्या आप इसे सहमत हैं? ഇത്രയും ഗൗരവത്തോടും ക്ഷമയോടും കൂടി സ്വന്തം കടമ നിർവഹിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെ പോലും. നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ? ഉത്തരം: हाँ, मैं इससे सहमत हूँ, क्योंकि हाथी ने बहुत धैर्य के साथ अपने झुंड की रक्षा की. അതെ, ഞാൻ ഇതിനോട് യോജിക്കുന്നു, കാരണം ആന വളരെ ക്ഷമയോടെയാണ് തന്റെ കൂട്ടത്തെ സംരക്ഷിച്ചത്. കുട്ടികളെ, പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റികൾ ചർച്ച ചെയ്യാം. സഹി വാക്യ ചുൻകർ ലിഖേ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഈ ഭാഗത്ത് 6 വാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. പാഠഭാഗമനുസരിച്ച് അവയിൽ ശരിയായവ താഴെ പറയുന്നവയാണ്. അടുത്ത ചോദ്യം. രേഖാങ്കിത് അംശ് പർ ധ്യാൻ ദേൻ. അടിവരയിട്ട ഭാഗം ശ്രദ്ധിക്കുക. കേരള और തമിഴ്നാടു की सीमा पर बसे जंगल की बात है. കേരളവും തമിഴ്നാടും തമ്മിലുള്ള അതിർത്തിയിലെ കാടിന്റെ കാര്യമാണ് പറയുന്നത്. ഹഥിനി ഓർ ഉസ്ക ബഡാ ബച്ച ആസാനി സെ ഡിവൈഡർ പാർ കർ ഗയേ. പിടിയാനയും അവളുടെ മുതിർന്ന കുട്ടിയും എളുപ്പത്തിൽ ഡിവൈഡർ കടന്നു. ഈ ഭാഗം ഓർ എന്ന വാക്കിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. 2 പേരുകളെയോ വാക്കുകളെയോ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇതുപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. ചിത്ര ദേഖേം, നമൂനെ കെ അനുസാർ സൂചനാ പട്ട് തയ്യാർ കരേം. ചിത്രം നോക്കി മാതൃകയനുസരിച്ച് സൂചനാ ബോർഡ് തയ്യാറാക്കുക. കുട്ടികളെ, ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നുണ്ട്, കൂടെ അർത്ഥവുമുണ്ട്. അടുത്ത ചോദ്യം. വിവരൺ തയ്യാർ കരേ. വിവരണം തയ്യാറാക്കുക. ആപ്നെ ഭി യാത്രാ കെ ദൗരാൻ ऐसे कई ദൃശ്യ ദേഖേ ഹോംഗെ. ऐसे किसी ദൃശ്യ കാ വിവരൺ തയ്യാർ കരേ. നിങ്ങളും യാത്രയ്ക്കിടയിൽ ഇതുപോലെയുള്ള പല കാഴ്ചകളും കണ്ടിട്ടുണ്ടാകും. അത്തരമൊരു കാഴ്ചയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. കുട്ടികളെ, ഒരു യാത്രാ വിവരണം ഞാനിവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അവസാനത്തെ ആക്ടിവിറ്റി. പഹച്ചാനെ ലിഖേ. തിരിച്ചറിഞ്ഞ് എഴുതുക. ഇവിടെ അക്കങ്ങൾ ഹിന്ദി വാക്കുകളിൽ പൂരിപ്പിക്കാനാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പുതുതായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ. നന്ദി.